6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ വിജയ് ഷെയ്താത്തായുടെ പാഠഭാഗം, അതായത് ചട്ടിപ്പത്തിരി എന്നുള്ള പാഠഭാഗത്തെ വർക്കുകളെല്ലാം കഴിഞ്ഞ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത പാഠമായി, അതും ഒരു പലഹാരമാണ്. നമുക്ക് കുട്ടികൾക്കും, അതായത് പണ്ട് നമ്മുടെ പ്രാദേശികമായിട്ട് എല്ലാ വീടുകളിലും കാണുന്ന ഒരു പ്രധാനപ്പെട്ട പലഹാരമായ കൊയക്കട്ട, അതായത് പല രീതിയിൽ അത് പറയും. കൊഴുക്കട്ട എന്ന് പറയും, കൊളക്കട്ട എന്ന് പറയും. ഇവിടെ കൊയക്കട്ട എന്നാണ്. പ്രാദേശികമായ വ്യത്യാസങ്ങളും ഒക്കെ നമ്മുടെ സംസാര ഭാഷയിൽ എന്ന പോലെ തന്നെ പലഹാരങ്ങൾക്കും ഉണ്ട്. ചിലയിടത്ത് കൊഴക്കട്ട എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഈ എന്താ പറയുക, നെല്ല് കുത്തരി ഉണ്ടല്ലോ, നമ്മൾ റോസരി എന്നൊക്കെ പറഞ്ഞാൽ, അത് നമ്മുടെ വീടുകളിൽ തന്നെ നെല്ല് പുഴുങ്ങി എടുക്കുന്ന അരി, അത് ഇടിച്ച് പൊടിച്ച്, ഇടിക്കാതെ അല്ല, അതത് കുതിർത്തിട്ട്, നമ്മൾ ചോറ് വെക്കുന്ന അരി കുതിർത്ത്, അന്ന് മിക്സി ഒന്നുമില്ല, അത് കല്ലിൽ തന്നെ അരച്ച്, ഒന്നുകിൽ ആട്ടുകല്ല് അല്ലെ അരകല്ലിൽ അരച്ച്, വെള്ളം ചേർക്കാതെ ഒരു നല്ല കട്ടി രൂപത്തിൽ, എന്നാൽ കുറച്ച് ലൂസ് പരുവത്തിലും, നമുക്ക് കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയാൽ കയ്യിൽ പറ്റാത്ത രീതിയിൽ ജീരകം, ചുമന്നുള്ളിയൊക്കെ ചേർത്ത് അരച്ച് ഉരുട്ടി അതിനകത്ത് തേങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന, ആവിയിൽ പുഴുങ്ങിയപ്പോൾ, ആവിയിൽ പുഴുങ്ങുമ്പോൾ ആ അരിയിൽ നിന്ന് ഊറി വീഴുന്ന വെള്ളം, അത് കുഴക്കട്ട വെള്ളം കുടിക്കാനൊക്കെ പണ്ട് എൻ്റെ ഒരുപാട് ചെറുപ്പത്തിലെ അമ്മമ്മമാരൊക്കെ ചെയ്തെന്ന് കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുമുണ്ട് ഇഷ്ടം പോലെ. അത് പിന്നെ ഈ പഞ്ചസാര വെക്കാത്തതും ഉണ്ടാക്കും. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായി, അപ്പോൾ അതിൻ്റെ കളറ് മാറി. പിന്നെ ഇപ്പോൾ അരി അരക്കാനൊന്നും ആരും നിൽക്കത്തില്ല, അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പിന്നെ ഉരുട്ടി ഉണ്ടാക്കുന്ന ഗോതമ്പ് അരിപ്പൊടി കുഴച്ചുണ്ടാക്കി ഇതേ ഷേപ്പിലെടുത്ത് ഇതുപോലെ ശർക്കരയോ പഞ്ചസാരയോ തേങ്ങയോ ഏലക്കയൊക്കെ വെച്ചുണ്ടാക്കി ഇപ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയുണ്ട്. പക്ഷേ പണ്ടത്തെ കുഴക്കട്ട മധുരമൊന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കാറുണ്ട്. ആ ചുവന്ന അരിയുടെ, അത് നെല്ലുകുത്ത അരിയുടെയൊക്കെ ആ മണം, അതിങ്ങനെ വെന്ത് വരുമ്പോൾ ഒരു മണമുണ്ട്, ഭയങ്കര ആസ്വാദ്യകരമാണത്. അപ്പം അങ്ങനെ ഒരു പ്രഭാത ഭക്ഷണമൊന്നുമില്ല, അത് എപ്പോൾ ഉണ്ടാക്കിയാലും കഴിക്കാം. അന്ന് കൃത്യമായിട്ട് രാവിലെ പലഹാരവും ഉച്ചയ്ക്കൂണ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്താ രാവിലെ ഉണ്ടാക്കുക, അത് കഴിക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രാദേശികമായ വ്യത്യാസങ്ങളും നിറവും മണവും സ്വാദും മാത്രം ചേർന്നാണോ ഭക്ഷണം, മറ്റെന്തെല്ലാം അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അത് പിന്നെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അത് ഉണ്ടാക്കാനുള്ള ഒരു കഴിവാണ് എല്ലാവരുടെയും, അല്ലേ? ഇപ്പം തന്നെ അമ്മമാരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പാചകം ഒരു കലയാക്കി കൊണ്ടുവരുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഒട്ടും പാചകിക്കാത്ത ആളുകളും ഉണ്ട്. അത് പിന്നെ എടുത്ത് വ്ളോഗാക്കി ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇടുന്ന ഒരുപാട് പലഹാരങ്ങളും മറ്റേത് സാധനങ്ങളും നമ്മൾ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പഠിക്കുന്നത് തന്നെ. പണ്ട് അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടാണ് വീട്ടിലെ പിന്നെ വരുന്ന കുട്ടികളോ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ പഠിച്ചു വരുന്നത്. ഇപ്പം അങ്ങനെയല്ല, യൂട്യൂബിൽ ഇഷ്ടം പോലെ കിട്ടും നമുക്ക്. ഇവിടെ കൊയക്കട്ട എന്നൊരു പലഹാരത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദിവാകരൻ വിഷ്ണുമംഗലം എന്ന കവിയുടെ കൊയക്കട്ട, അദ്ദേഹത്തിൻ്റെ കൊയക്കട്ട എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. അപ്പം 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ലതാ സുജി വേൾഡിൻ്റെ ഒരു പുതിയ മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമുക്കും കൊയക്കട്ട എന്താണെന്ന് നോക്കാം. മുനിഞ്ഞു കത്തുന്ന മിന്നാമിനുങ്ങുപോൽ ചിമ്മിനിക്കൂട് അകലെയായി കൂരതോറും മലഞ്ചെരുവിൽ മഴ ചിന്നിത്തെറിക്കുന്ന ചായ്പിൽ ഒറ്റയ്ക്കിരുന്നു ഞാൻ വഴിവക്കിൽ മെഴുതട്ട് കാത്തിരിക്കുന്നു. ഇപ്പോൾ ഒരുപാടും ഗദ്യ കവിതകളാണ്. പണ്ട് എല്ലാ കവിതകളും ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ട്യൂണിൽ പാടാം. ഇതിപ്പോൾ നമുക്ക് ട്യൂണിൽ പാടാൻ പറ്റുമെന്ന് നമുക്ക് ഒന്ന് ശ്രമിക്കാം. തൽക്കാലം നമുക്ക് അല്ലാതെ നോക്കാം. മുനിഞ്ഞു കത്തുന്ന മിന്നാമിനുങ്ങുപോൽ ചിമ്മിനിക്കൂട് അകലെയായി കൂരതോറും മലഞ്ചെരുവിൽ, മുനിഞ്ഞു കത്തുന്ന മിന്നാമിനുക്കുപോൽ ചിമ്മിനിക്കൂടകലെയായി കൂരതോറും മലഞ്ചെരുവിൽ. എന്താണ് അതിൻ്റെ ആ 4 വരി നോക്കിക്കോളൂ. മുനിഞ്ഞു കത്തുന്ന മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം മാത്രമുള്ള, മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം എന്നുള്ളത് നമുക്ക് അറിയാം എത്രമാത്രം ഉണ്ടെന്ന്. അത്രമാത്രം പ്രകാശമുള്ള ചിമ്മിനിക്കൂട് എന്ന് വെച്ചാൽ എന്തറിയോ, പണ്ട് കറണ്ട് ഇല്ലാത്ത കാലത്ത് ഈ മണ്ണെണ്ണ വിളക്കൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. വല്ല പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിൽ, അല്ലെങ്കിൽ പുരാവസ്തുക്കൾ കളക്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയ മണ്ണെണ്ണ വിളക്കാണ്. അതായത് ഒന്നും വേണ്ട, പണ്ടൊക്കെ പിത്തളയിലൊക്കെ ചേർത്ത വിളക്കിൽ മണ്ണെണ്ണ നിറച്ച് അതിൽ വലിയ കനമുള്ള തിരി മുകളിലേക്ക് ഇട്ട് അതിന് തിരിക്ക് നാമ്പൊക്കെ ഉണ്ട്.
അതിങ്ങനെ നീട്ടി അതൊക്കെ പണ്ടത്തെ ഒരു വീട്ടിലെ ഒരു എന്താ പറയുക പഴയ കാലത്തെ ചെമ്പ് കലം ചെമ്പ് ഓട്ട് ഉരുളി എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ശേഖരിച്ച് വെക്കുന്ന ഒരു സാധനമാണ്. ഇന്ന് അതൊക്കെ പുരാവസ്തു എന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ അതിൽ ആ തിരിയിൽ കത്തിക്കുന്നതാണ് മണ്ണെണ്ണ വിളക്ക്. ഇനി ഇതൊന്നും ഇല്ലാത്തവർ നമ്മുടെ കുപ്പിയില്ലേ, മരുന്നിൻ്റെ കുപ്പി, അതിൻ്റെ കുപ്പിയുടെ അടപ്പ് കിഴിച്ച് അതിൽ നല്ല കട്ടിയുള്ള തിരി ഇട്ടിട്ട് മണ്ണെണ്ണ നിറച്ച് അത് കത്തിച്ച് അങ്ങനെയും ഒരുപാട് പേര് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത് റാന്തലാണ്, അത് ചിമ്മിനി വിളക്ക് എന്ന്. നിങ്ങൾ റാന്തൽ എന്ന് കേട്ടിട്ടില്ലേ? ഒരു ചിത്രം ഞാൻ ഇതിനകത്തേക്ക് തന്നേക്കാം. റാന്തൽ വിളക്കെന്ന് പറയും. ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ അകത്തൊരു ചെറിയ തിരി, അത് നല്ല നാട പോലുള്ള തിരിയാണ്. ആ തിരി അത് നന്നായിട്ട് കാണാൻ വേണ്ടിയാണ് ഈ ഗ്ലാസ് പോലൊരു സാധനം, ഇങ്ങനെ നീണ്ട ഒരു ഓവൽ ഷേപ്പിലൊക്കെയുള്ള ഒരു ഗ്ലാസ്, അതിൻ്റെ 4 വശത്തുടെയും കമ്പികളൊക്കെ കൂട്ടി ഇങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിലും തൂക്കിയിടാവുന്ന ഒരു വിളക്കാണ് ഈ ചിമ്മിനി വിളക്ക് എന്ന് പറയുന്നത്. ആ ചിമ്മിനി വിളക്ക് കൂരതോറും, കൂരയാണെന്ന് ആലോചിക്കണം, ചെറിയ വീടാണ് കൂര എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാത്തവരുടെ വീടെന്ന് ഓർത്തോളൂ. കൂരതോറും മലഞ്ചെരുവിൽ, ടൗണിലൊന്നുമല്ല, മലഞ്ചെരുവുകളിൽ എല്ലാ വീടുകളിലും മുനിഞ്ഞു കത്തുന്ന ഒരു ചിമ്മിനി വിളക്ക് എങ്ങനെയാണ് അകലെയായി കാണുന്നു, നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക. അതായത് കൊച്ചു വീടിൻ്റെ കോലായിൽ തൂക്കിയിട്ടിരിക്കുന്ന മുനിഞ്ഞു കത്തുന്ന ഒരു ചിമ്മിനി വിളക്ക്. മഴ ചിന്നിത്തെറിക്കുന്ന ചായ്പിൽ ഒറ്റയ്ക്കിരുന്നു ഞാൻ കവി പറയുകയാണ്. ഒരു മഴ ചിന്നിത്തെറിക്കുന്ന, മഴ പെയ്താൽ ശീതാനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചാറ്റൽ അടിച്ചു കയറുന്ന ചെറിയ തിണ്ണയിൽ ഞാൻ ഒറ്റയ്ക്കിരുന്നു. എങ്ങനെ? വഴിവക്കിൽ മെഴുന്നറ്റ് കാത്തിരുന്നു, വഴിയിലേക്ക് നോക്കി ഞാൻ. ഇപ്പോൾ കവി പറയുകയാണ്, മലഞ്ചെരുവിൽ ഒരു കുഞ്ഞു കൂരയിൽ ഇത്തിരി ഒരു ചിമ്മിനി തൂക്കി ആ വെളിച്ചത്തിൽ മഴ നല്ല മഴ, ഇങ്ങനെ ചാറ്റൽ മഴ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ശീതാനം ഉള്ളിലേക്ക് അടിച്ചു കയറുന്ന ഒരു ചായ്പിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് വഴിവക്കിലേക്ക് മെഴി നട്ടിരുന്നു. ആരെയോ കാത്തിരിക്കുന്ന പോലെ മെഴി കാത്തിരുന്നു. മനസ്സിലായി കാണുമല്ലോ ആ അത്രയും വരിയുടെ അർത്ഥം. മുനിഞ്ഞു കത്തുന്നു മിന്നാമിനുങ്ങുപോൽ ചിമ്മിനിക്കൂടകലയായി കൂരതോറും മലഞ്ചെരുവിൽ മഴ തിന്നിത്തെറിക്കുന്ന ചായ്പിൽ ഒറ്റയ്ക്കിരുന്നു ഞാൻ വഴിവക്കിൽ മെഴുന്നറ്റു കാത്തിരിക്കുന്നു. അപ്പോൾ സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഒരു കൊച്ചുവീട് മനസ്സിലായല്ലോ. ഇനി അടുത്തെന്താ നോക്കിയാൽ, ചരൽക്കുന്നു കയറിയതും ഇറങ്ങിയും മരങ്ങൾ തന്നിടയിലൂടെ ഒരു രൂപം തെളിയുന്നുണ്ടോ, വരുന്നുണ്ടോ പാടമേറി വരമ്പേറി വലിയമ്മ നേരമേറെ മോന്തിയായല്ലോ. അപ്പം ആരെയോ കാത്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. കണ്ണ് നട്ടിരിക്കുന്നത് നമ്മൾ വെറുതെ നോക്കിയിരിക്കുകയല്ല, കണ്ണ് നട്ട് കാത്തിരിക്കുകയാണത്. ആരെയാ നോക്കി? മനസ്സിലായോ? ചരൽക്കുന്നു കയറിയും ഇറങ്ങിയും, കുന്ന് കയറി, അപ്പോൾ താഴ്വരയിലാണ്, മലഞ്ചെരുവിലാണ് വീട്. അപ്പോൾ കുന്ന് കയറി ഇറങ്ങി മരങ്ങൾ തന്നിടയിലൂടെ, വെച്ചാൽ മലഞ്ചെരുവൊക്കെ ആകുമ്പോൾ ധാരാളം വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, അതിനിടയിലൂടെ ഒരു രൂപം വരുന്നു എന്നല്ല, ഒരാളെ പ്രതീക്ഷിച്ച് വരുന്നതെല്ലാം അവനൊന്ന് തോന്നും എന്ന് പറയുന്ന പോലെ ഒരു രൂപം വരുന്നുണ്ടോ എന്നൊരു തോന്നൽ. വരുന്നുണ്ടോ ആരോ ഒരാൾ പാടമേറി വരമ്പേറി, ഒരുപാട് ദൂരെ നടന്ന്, പാടം എന്ന് വെച്ചാൽ നമ്മുടെ വയലിൻ്റെ വരമ്പിലൂടെ ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്. ആരാണ്? പാടമേറി വരമ്പേറി വലിയമ്മ നേരമേറെ ആയല്ലോ. മോന്തി എന്നുദ്ദേശിക്കുന്നറിയോ? 2 വാക്കുകളാണ്. മൂവന്തിയാണ്, അതായത് സന്ധ്യാസമയം. ഈ മൂവന്തിയാണ് മോന്തി എന്ന് ആയിത്തീർന്നത്. അപ്പോൾ വലിയമ്മ നേരമേറെ മോന്തി, സന്ധ്യയായിട്ടും അമ്മയെ കാണുന്നില്ല, വലിയമ്മയെ കാണുന്നില്ല, വലിയമ്മ വരുന്നുണ്ടോ എന്ന് കണ്ണു നട്ട് കവി ചെറിയ മഴച്ചാറ്റലോടെ തൻ്റെ കൂരയിലെ ചിമ്മിനി വിളക്കിൻ്റെ ചെറിയ വെട്ടത്തിൽ റോഡിലേക്ക് കണ്ണു നട്ട് കാത്തിരിക്കുന്നു. അതാണ് ഈ വരികളുടെയൊക്കെ അർത്ഥം. കൂട്ടുകാരെ, ഇന്ന് ലെങ്ത് കുറച്ചുള്ള വീഡിയോ ആണ് ഇടുന്നത്. ഈ കവിതയുടെ ബാക്കി ഭാഗവും അതിൻ്റെ വിശകലനവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. വ്യൂസൊക്കെ ഇപ്പോൾ ഒരുപാട് കുറവാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുമല്ലോ. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.